അമ്മേ ഈ ട്രംപിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താ? ആരെ കുറിച്ച്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇല്ലേ, പുള്ളിയെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താ? എന്തേ അങ്ങനെ ഉച്ചയ്ക്ക് ഇവിടെ കഴിക്കാൻ വരുന്നുണ്ടോ ഊണ്? ഞാനൊരു കൊച്ചു വർത്താനം പറയാന്ന് വിചാരിച്ചിട്ടല്ലേ. ഇങ്ങനത്തെ കൊച്ചു വർത്താനങ്ങളാ പല കുടുംബങ്ങളും തകർക്കുന്നത്. മിണ്ടായിരുന്നു പച്ചക്കറി രീതി. അതെങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് സംസാരിച്ചാൽ നമ്മുടെ കുടുംബം തകരുന്നേ? ഞാൻ അമ്മയോടൊന്ന് കൂടുതൽ അടുക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അടുക്കാനോ? അപ്പൊ ഇപ്പൊ എന്താ ഒരു അടുപ്പ് കുറവ്? ഓ എന്റെ പൊന്നോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് മിണ്ടായിരുന്നു പച്ചക്കറി കഴിഞ്ഞാ പോരെ. രണ്ടുപേരും കൂടെ രാവിലെ ഉടക്കാം. നിന്റെ അമ്മയ്ക്ക് കൊച്ചു വർത്താനം പറയുന്നത് ഇഷ്ടമല്ലേ? അത് നാത്തൂസിന് ഇതുവരെ അറിയത്തില്ലായിരുന്നു അമ്മയ്ക്ക് കൊച്ചു വർത്താനം പറയുന്നത് ഇഷ്ടമല്ലെന്ന്. സീരിയസ് ടോക്സേ ഇഷ്ടമുള്ളൂ അല്ലേ അമ്മ? ഇനി നിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്കൊക്കെ കഴിഞ്ഞാ? ഇടി ഒരു വീടാകുമ്പോ ഇച്ചിരി കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞില്ലെങ്കിൽ എന്തൊരു നേരം പോക്ക്. ശരിയാണ്. നാത്തൂസ് ഇനി ഇന്നോട്ട് എന്നോട് വന്ന് കൊച്ചു വർത്താനം പറഞ്ഞു. എനിക്ക് എതിർപ്പില്ല. ആഹാ, നിങ്ങളിവിടെ നിന്നോ? അവിടെ ചേട്ടൻ്റെ അളിയനോട് എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഗൂഢാലോചനയോ? ആ, മാറി കുശു കുശുക്ക് ഞാൻ ഒളിഞ്ഞു കേട്ട് കാര്യമൊന്നും ചോദിക്കാൻ പോയപ്പോ എന്നെ തലക്കിട്ട് കൂട്ടി. എടാ ചക്ക, നീ എന്തിനാ മനുഷ്യർ മാറി നിന്ന് കുശുക്കുമ്പോ ഈ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നേ? അത് മാറി കുശു കുശുക്കുമ്പോ പിന്നെ ആരായാലും ഒളിഞ്ഞു കേട്ടു പോകത്തില്ലേ? ഓ അമ്മയ്ക്ക് അപ്പൊ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ലേ? കൊച്ചു വർത്താനം പറയുന്നത് ഇഷ്ടമല്ല, ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ സ്വഭാവം ഇത്. എനിക്കും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന അത്ര ഇഷ്ടമല്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ കണ്ടതെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തോ വെള്ളം അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇച്ചിരി പുളിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതുപോലെ വരട്ടി വിട്ടിട്ടുണ്ട്. വെള്ളം അടിക്കൊന്നുമില്ല. എന്നാ പിന്നെ അതിന് നീചമായ എന്തെങ്കിലും പരിപാടിയായിരിക്കും. വേണമെങ്കിൽ ഇപ്പൊ കാര്യം എന്തോന്ന് ചോദിച്ചു. അവസാനം കരഞ്ഞോണ്ട് എന്റെ അടുത്ത് വരല്ലേ സുമേശ് മേശ എന്ന് പറഞ്ഞോണ്ട്. സ്വഭാവം ചക്ക. നമ്മളെ കാണുമ്പോ ബാധിച്ച സന്തോഷം കൊണ്ട് തുള്ളി ചാടല്ലേ? തറയിൽ സന്തോഷിച്ചാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആ തരേ ഉള്ളൂ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ തമാശയ്ക്ക് പോലും നമ്മൾ തമ്മിൽ അടിയുണ്ടാക്കിയ കാര്യം അവൻ്റെ അടുത്ത് പറയരുത്, നാണക്കേടാണ്. ഇല്ലില്ല, ഞാൻ പറയൂല. നമ്മൾ നേരെ പോകുന്നു, കുറച്ചു നേരം സംസാരിച്ചോണ്ടിരിക്കുന്നു, നമ്മളെ കാര്യം സാധിക്കുന്നു, തിരിച്ചു വരുന്നു. നമ്മളെ അല്ല എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? എങ്ങോട്ടെന്ന് അതും പറഞ്ഞില്ലേ? പറഞ്ഞ നിന്റെ അടുത്ത് പറഞ്ഞല്ലടാ ഞങ്ങൾ എവിടെ പോകണമെന്ന്. എന്റെ എന്തോ പറഞ്ഞു നേരത്തെ നമുക്ക് തട്ടി വിട്ടല്ലേ ഉള്ളായിരുന്നു. ആ, നമ്മുടെ കാര്യത്തിൽ അങ്ങനെ കണ്ട ജുജൂബി കേസിൽ ഇടപെടലെന്നാണ് തട്ടിന്റെ അർത്ഥം. അളിയാ മാളി, അത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്. ഞങ്ങൾ എവിടെ പോകണം എവിടെ വരണമെന്ന് അന്വേഷിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആർക്കില്ല. കണ്ടെടുത്ത് എന്തൊരു അഹങ്കാരം നോക്കേണ്ടത്. ശിവേട്ടാ, മര്യാദക്ക് എവിടെ പോന്നെന്ന് പറഞ്ഞിട്ട് പോകോ, ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാവേ. ശരിക്കും ഇവള് എന്താ പിന്നെ നമുക്ക് പറഞ്ഞേക്കാ അളിയാ? നമുക്ക് അല്ലെങ്കിൽ ഒന്നും ഒളിപ്പിച്ച് വെക്കാനൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് ആരെയും പേടിയില്ല. അളിയൻ പറ. അളിയാ അല്ല, ഞാൻ പറയണം, നീ പറയണം. അളിയൻ പറ. പിന്നെ ഞാൻ ഷറഫിന്റെ വീട്ടിൽ പോവാണ്. അവിടെ കട്ടിൽ ചമന്ന് മേളിൽ കൊണ്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. കട്ടിൽ ചമന്ന് മേളിൽ കൊണ്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് സഹായിക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളെ വിളിച്ചു. ഞാനും വരുന്നു ഷറഫിന്റെ കട്ടിൽ പിടിക്കാൻ. എന്തോന്ന് പറയണത്? എടാ, മൂന്നായിട്ട് പിടിച്ച കട്ടിലിന്റെ ബാലൻസ് പോലെടാ. അങ്ങനെ ഒറ്റ സംഖ്യ ഒന്നും പറ്റൂല. ആര് പറഞ്ഞ പറ്റത്തില്ലെന്ന്? ഷറഫിന്റെ അപ്പം ചുട്ടൊന്നും വെച്ചിട്ടൊന്നും ഇല്ലല്ലേ? പറ്റും. ഷറഫിന്റെ അപ്പം ചുട്ടൊന്നും വെച്ചിട്ടില്ലല്ലോ? പറ്റും. ഇവൻ ചമ്മന്തി കൊണ്ട് നിൽക്കണല്ലോ രാവിലെ. നിന്റെ അടുത്ത് വരണ്ടെന്നാണോ പറഞ്ഞേ? നീ വരണ്ട. ചേട്ടൻ പോകുന്നെങ്കിൽ പൊക്കോ. പക്ഷെ ശിവേട്ടനെ വെള്ളം അടിക്കാൻ ഇവിടുന്ന് വിടാൻ പറ്റത്തില്ല. ആഹാ, നല്ല ബെസ്റ്റ് പെങ്ങള്. അത് പിന്നെ എടി ഇവിടെ എന്തോന്ന് പറയണത്? എടി വെള്ളം അടിക്കാനല്ല പോണ, ഷറഫിന്റെ വീട്ടിൽ പോണ. സത്യം. ഇത് ഷറഫിന്റെ വീട് തന്നെയാണോ അതോ ബാദുഷയുടെ വീടാണോ? അളിയാ ഇത് കേക്കണ? എടാ, നീ പറഞ്ഞോണ്ടാ ഇപ്പം? നീ പറഞ്ഞേ. പിന്നെ കട്ടിൽ പിടിച്ചിട്ടു. നിനക്ക് പറ്റിയിട്ടുണ്ട്. എന്റെ പൊന്നെ ഇടത്ത് ഇന്ന് രണ്ടെണ്ണം കൂടെ കുടിച്ച് 4 കാലിലേക്ക് പടി കയറി വരത്തുള്ളൂ, ഉറപ്പാ. ഇന്നെങ്ങാനും കുടിച്ചിട്ട് ഈ വീടിന്റെ പടി കേറിയാ ഇടിക്കാനാണോ? ഇടിക്കാനൊന്നും അല്ല, ഞാനും കുടി തുടങ്ങും. ദേ ഇവളും കുടിക്കും. പടി. എന്നാ ഒരു ചെറുത് എനിക്ക് കൂടെ എടുത്തോ. ഞാനും വരുന്നത്. നാത്തൂനെ ഞാനത് പറയുന്നൊന്നും കേൾക്കുവോ? നാത്തൂന് ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇടി നിന്നെ കൊണ്ട് പറ്റും. അവരെ മര്യാദ പഠിപ്പിക്കാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ വെള്ളം അടിച്ചിട്ട് ഇവിടെ കിടന്ന് കംപ്ലീറ്റ് അലമ്പ് കാണിക്കണം. പിന്നെ അല്ലാതെ ഞാനും ഉണ്ട് കട്ടക്കലമ്പ് കാണിക്കാൻ. നീ അലമ്പ് കാണിച്ചോ, പക്ഷെ നീ വെള്ളം അടിക്കണ്ട. ചേട്ടത്തി ഒരുമാതിരി ചങ്കിക്കുളന്ന് വർത്താനം പറയല്. അളിയനെ ചേട്ടനെ നന്നാക്കുന്നത് എന്റെ കൂടെ ഒരു ആഗ്രഹമില്ലേ? നാത്തൂനെ, നമുക്ക് വല്ല ചൂലൊക്കെ വല്ല എടുത്ത് അടിച്ചാ പോരെ? ഇതൊക്കെ ഭയങ്കര മോശമല്ലേ? ഇതൊക്കെ മോശമാണേ. പെണ്ണുങ്ങൾ വെള്ളം അടിക്കുന്ന മോശമാണെങ്കിൽ ആണുങ്ങൾ വെള്ളം അടിക്കുന്നത് മോശം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ടാ നമ്മൾ വെള്ളം അടിക്കാൻ പോകുന്നത്. പിന്നെ അല്ലാതെ എന്നാ ചേട്ടത്തി പൈസ എടുത്ത് സാധനം എടുക്കാൻ. നീ ഒന്ന് അടങ്ങടാ, അവന്റെ ഒരു ആവശ്യം കണ്ടില്ലേടി? എടാ, അഥവാ ഇനി അവര് കട്ടിൽ ചുമക്കാൻ തന്നെ പോയതാണെങ്കിൽ അവര് മാന്യന്മാരും നമ്മൾ കുടിയേറ്റുകളാവത്തില്ലേ? കുടിയെത്തിയോ? പിന്നെ കുടിക്കുന്ന പെണ്ണുങ്ങൾ എന്താ പറയുന്നത്? ഓ, ഈ അവതാരക എന്ന് പറയുന്ന പോലെ. കുടിശ്ശിക. ഒന്ന് മിണ്ടായിരിയപ്പാ. ഇടി, നീ റെഡിയാണോന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. അത് നാത്തൂനെ, സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാ നീ ഒട്ടും പേടിക്കണ്ട, നിനക്ക് പറ്റിയ പണിയാ. ഇതാകുമ്പോ 2 അടിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ആണോ? അമ്മ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാ. അമ്മയെ വിളിച്ച ശരിയാവത്തില്ല. എന്താ? അവസാനം ഞാനും അമ്മയും കൂടെ അടിയാവും. എനിക്ക് പേടിയാ. എന്താണ് ഒരു ചർച്ച?
അച്ഛാ ഈ നാത്തൂൻ എന്നെ കള്ളു കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു. അയ്യേ നീ കൂടെ പാടി നിൽക്കേ. നീ ചീത്ത കൂട്ടുകാരൻ ചെന്ന് വീഴല്ലേ മോളെ. അച്ഛാ അളിയനും ചേട്ടനും കുടിക്കാങ്കിലേ പിന്നെ എനിക്കും ചേട്ടത്തിക്കും പൈങ്കിളിയും കുടിച്ചൂടെ? ചേട്ടാ പിള്ളേരെ നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ? അച്ഛാ ഉത്തോണ്ടന്റെ ശിവനും കൂടെ രാവിലെ ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. തിരിച്ച് കുടിച്ചിട്ടെങ്ങാനുമാണ് വരുന്നതെങ്കിൽ ഞാനും കുടിക്കും, അല്ലാതെ അവരെ നിലക്ക് നിർത്താൻ പറ്റില്ല. ബെസ്റ്റ്. അവരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി നിങ്ങൾ കുടി തുടങ്ങിയാലേ നിങ്ങളെ പിന്നെ ആരും നിലയ്ക്ക് നിർത്തും? അതാച്ചാ എന്റെയും പേടി. ദുർബല മനസ്സല്ലേ എന്റെ. നിന്റെ കെട്ടിയോനെ നിനക്ക് നന്നാക്കണ്ടെങ്കിൽ നീ കുടിക്കണ്ട. പക്ഷെ ഞാൻ തീരുമാനിച്ചതാ. നാത്തൂനെ ഞാൻ നീ ചേട്ടോട് മാറിയില്ലേ? ഷെയർ ഇടുന്നു. എടാ, പോടാ അവിടുന്ന്. മണം വെച്ച് പിടിക്കൂടെ? നമ്മൾ സ്പ്രേ അടിച്ചേക്കല്ലേ, കുഴപ്പമില്ല. കുറച്ച് സ്പ്രേ കുടിക്കാൻ കൂടെ ചെയ്യായിരുന്നു. അത് അളി ഒറ്റയ്ക്ക് പോകുമ്പോ കുടിച്ചത്. എടേ നമ്മൾ ആടുന്നില്ലല്ലോ. അതിന് വേണ്ടി നമ്മൾ കുടിച്ചില്ല അളിയാ. എടേ എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ഇപ്പൊ കുടിക്കാതെ അവളുടെ മുമ്പിൽ ചെന്ന് നിന്നാലും അവള് സംശയത്തോടെ എന്നെ നോക്കിയാൽ ഞാൻ അറിയാതെ ആടിപ്പോവും. അയ്യോ നാക്കും കുഴയും. എന്റെ പൊന്നളിയാ പിടി കൊടുക്കൽ കട്ടിക്കണം. എന്റെ ഒരു കുഴപ്പമാണ്. കുഴപ്പമില്ലാതെ കാര്യം. എന്നിട്ട് എന്താ കളകളും ഇളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. പറഞ്ഞേ. അതെ ഒരു പുളകം പറഞ്ഞോടാ, പറഞ്ഞോട്. അക്ഷരം തെറ്റാതെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. കളകളം ഇളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. പുളകം പറഞ്ഞോട്. ഞാൻ പറഞ്ഞു. അത് ആന അല്ലറലോടല്ലറ, ആന അലറലോടല്ലറ, അത് പറഞ്ഞു. അത് പറഞ്ഞാ മതി ശിവേട്ട. പറ പറ. അളിയാ പറഞ്ഞു. അളിയാ പറഞ്ഞു. അവൻ പറഞ്ഞല്ല. ഇനിയിപ്പോ എന്താണ്? നിനക്ക് സംശയം ഉണ്ടെങ്കിൽ മണപ്പിച്ചു നോക്ക്. വാ. അതെ, വായിക്കകത്ത് ഒരു സ്പ്രേ അടിച്ചിട്ട് വന്നിരിക്കായിരിക്കും. എനിക്ക് നല്ലോണം അറിയാം. അതെ വായിക്കകത്ത് ഒരു സ്പ്രേ അടിക്കാറുണ്ടോ നിങ്ങള്? എനിക്കറിയാന്ന്. ഞാനോ? അല്ല പിന്നെ ഞാൻ. നമ്മളെ കഷ്ടത്തിലല്ലേ അടിക്കണത്. നാത്തു അവര് നോർമലാണ്. നോക്ക്, നോർമലാണെന്നാ തോന്നുന്നു. ഇടി ഇവരെ കണ്ണ് കണ്ടാൽ അറിയാം. ചുമന്നിരിക്കുന്ന കണ്ടോ? അയ്യോ അതല്ലേ ചേച്ചി, നമ്മളെ നേരെ കട്ടിലും പിടിച്ച് മോളി കൊണ്ടുവച്ച് എന്നിട്ട് നേരെ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മുജീബ് പറയൻ നമ്മളെ പോലെ രണ്ട് കൂട്ടുകാരെ പോലെ കിട്ടണമെങ്കിൽ മറ്റേ പുണ്യം ചെയ്യണം. അപ്പൊ അതാ സെന്റിമെന്റ് ഫീലിങ്സ്. തെറ്റി തുപ്പലും നിറഞ്ഞ്. ഇത് മജീദ് അല്ലടാ, ഉബൈദ്. ഇത് അവളുടെ പേരെന്താണ്? അതെ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എടുത്ത് നീ സുമേഷിനെ വിളിച്ചിട്ട് കുപ്പി എടുക്കാൻ പറ. അത് ശരി, അതുവരെ എത്തിയാ? കുപ്പിയെങ്കിൽ കുപ്പി വാളിയാ. നിങ്ങൾക്ക് കുടിക്കാനല്ല, ഞങ്ങൾക്ക് കുടിക്കാൻ. നിങ്ങൾക്ക് കുടിക്കാൻ? ഇനി തൊട്ട് ഈ വീട്ടിൽ നിങ്ങൾ എന്ന് കുടിച്ചിട്ട് വരുന്നോ അന്നൊക്കെ ഞങ്ങളും കുടിക്കും. പടി ചേച്ചി, അതിന്റെ ആവശ്യമുണ്ടോ? എന്തിനാ പറഞ്ഞ ഉപദേശിച്ചില്ല സീനാവും. ഞാനാ? അല്ല ഉപദേശിരി. പൈപ്പിന് കുറച്ച് വാ കഴിച്ചു തരാം. നല്ല അകത്ത് കയറിയിട്ട് അല്ലേ? വാ, നീ വാ. ആടാ നീ കയറേ. നീ പോയി കുപ്പി മേടിച്ചോണ്ട് വാ. വന്നോ? നീ ആയിരുന്നു അപ്പൊ ഇതിന്റെ പിന്നില്? ഞാനൊന്നും അല്ല, ചേട്ടത്തിന്റെ അടുത്ത് പറഞ്ഞതാ. ആരായാലും എന്താ, ഓരോ പ്രാവശ്യം നിങ്ങൾ ഇവിടെ കുടിച്ചിട്ട് കയറി വരുമ്പോഴേ ഞാൻ എന്താ അനുഭവിക്കുന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. ഞാനും കുടിക്കും. നിനക്ക് തന്നെ ത്രാണിയൊന്നുമില്ല. നീ വെറുതെ ഒക്കാത്ത പണിക്കൊന്നും പോകണ്ട. നീ ചുമ്മാ ഇവിടെ ത്രാണിയില്ലെന്ന് ആര് പറഞ്ഞു? പോയി വാങ്ങിച്ചിട്ട് വാടാ സുമേ. പൈസ ഞാൻ തരും. എടി പൈൻ്റെടി പൈങ്കിളി എടി നീയേ ഇത് ഇത് കടുംപിടുത്തം പിടിക്കേണ്ട കാര്യം എന്താണ്? നമ്മള് കൂടി നിർത്തിയാ പോരെ? ഓഹോ, ഇത് ഓരോ പ്രാവശ്യം കുടിച്ചിട്ട് വരുമ്പോ നിങ്ങൾ പറയുന്ന ഞാനിത് കുറെ കേട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇതേ ഉള്ളു ഇതിനകത്ത് പോകും വഴി. അതുകൊണ്ട് ഞാൻ ഇവരോട് കൂടെ നിൽക്കാൻ പോവാ. സമാധാനായാലും ഒരു എട്ടുമുട്ടി ചെയ്യാത്തൊരു പാമ്പതിനെ വഴി തെറ്റിച്ചപ്പോ. എടാ കുഞ്ഞളയാ, നിന്റെ എട്ടുമുട്ടൊക്കെ ഞാൻ തിരിച്ച് ശരിയാക്കി തരണം കേട്ടാ. പൈങ്കിളി ചേച്ചി, ഇത് തീക്കളിയാണ്, വെറുതെ വേണ്ട. നിങ്ങളെ കരള് പാടിപ്പോവും, അതാണ്. അപ്പൊ നിങ്ങളുടെ കരളോ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞേ. ഞങ്ങളുടെ കരലൊക്കെ നല്ല കരളാ. കുറെ കരള് ബുദ്ധവന്മാര് വന്നിരിക്കുന്നു. നീ ഇങ്ങോട്ട് വേണം, ഞാൻ പൈസ എടുത്തരാം. ഞാനും. മെനക്കേടാവും. ആരും അറിയില്ലായിരിക്കും. ഏത് ഇതിൽ അടിച്ചു കഴിഞ്ഞിട്ട് നേരെ പുറത്ത് ജംഗ്ഷനിലെല്ലാം ഇറങ്ങി പോണേ. അപ്പൊ ആരും അറിയില്ല. വിളിച്ച മക്കളെ, നിങ്ങൾ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് കൊറേ നാളായില്ലേ? കൊറേ നാളായി. കൊണ്ടുപോവോ? അമ്മ വരുന്നില്ല. നിങ്ങളൊരു 2-3 ദിവസം പോയി നിന്നോ. അമ്മയ്ക്ക് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം.
ആ പക്ഷെ ഈ പരിപാടിക്ക് നിങ്ങൾ ആരും വേണ്ട, അതുകൊണ്ടാണ് നിങ്ങളോട് പോകാൻ പറഞ്ഞേ. ആ എന്താ പരിപാടി? അതിപ്പം അതൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോ അമ്മ പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങളും അച്ഛനും കൂടി പോയിട്ട് വരണോ? വേണ്ട വേണ്ട, അച്ഛൻ വരുന്നില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഇവിടെ വേണം. ഞങ്ങള് ഒറ്റയ്ക്ക് പറഞ്ഞിട്ടിട്ട് അമ്മയ്ക്ക് അച്ഛനും കൂടെ അടി ഉണ്ടാക്കാനുള്ള പുറപ്പാടല്ലേ? അയ്യോ അടി ഉണ്ടാക്കാനൊന്നും അല്ലടാ, ഇവിടെ കുറച്ച് ഇതുണ്ട്, കുറച്ച് ചടങ്ങുകളുണ്ട്. അപ്പച്ചി ആ ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ടോ? ആദ്യം ഞാൻ പങ്കെടുക്കുന്നില്ലായിരുന്നു, ഇപ്പൊ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അപ്പച്ചിക്ക് പങ്കെടുക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്താ പങ്കെടുത്തോ? എടി പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഞാൻ അപ്പൂപ്പനോട് പറയാം, നിങ്ങൾക്ക് ബിരിയാണി ഐസ്ക്രീമും മേടിച്ചു തരാം. ആ എന്നെങ്കിൽ പോവും. പക്ഷെ എങ്ങനെ പോവും? ചിറ്റപ്പം കൊണ്ടാക്കും. അപ്പൊ ഞങ്ങൾ വീട് റെഡി ആയിട്ട് വരാം. ആ വേഗം പോയി റെഡി ആക്കിയോ. എടി അവനെ കൊണ്ടുപോ. ഓ അല്ലെ ചിറ്റപ്പ അവിടെ പോയി? ചിറ്റപ്പൻ സാധനം എടുക്കാൻ പോയിരിക്കാം. എന്ത് സാധനം? പലചരക്ക് സാധനം, വീട്ടില് സാധനങ്ങൾ വേണ്ടേ, അത് വാങ്ങാൻ പോയിരിക്കും അവൻ. ഇപ്പൊ വരും, പെട്ടെന്ന് പോയിക്കോ, പെട്ടെന്ന് നോക്കിയോ, ഒന്ന് പോ, പെട്ടെന്ന് പെട്ടെന്ന്. പോ പെട്ടെന്ന് പോയി റെഡിയോ. നാത്തൂനെ ഇത് മോശമാവോ? എടി എന്ത് മോശം? എടി നമ്മള് മനുഷ്യന്മാരല്ലേ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുമില്ലേ? ഉണ്ടല്ലേ? പിന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇനി 1-2 പ്രാവശ്യം മാറി പോവാം. എന്താ ഉദ്ദേശം? വേണ്ടല്ലേ, ഞാൻ ഒരു ആവേശത്തിന്റെ പുറത്ത് അറിയാതെ പറഞ്ഞതാ. അത്ര ആവശ്യം വേണ്ട. അതെ കുപ്പി എപ്പോ കിട്ടും? സുമ വരട്ടെ. എന്നാ വാ.